BJP ക്യാമ്പിനെ സംബന്ധിച്ച് ആവേശവും കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച് നിരാശയും പകരുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പക്ഷെ അതിൻ്റെയൊക്കെ ആയുസ് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഈ 14-ന് എന്താണ് ബീഹാറിലെ യഥാർത്ഥ ജനവിധി എന്ന് നമുക്കറിയാം. ഈ 2 ഘട്ട പോളിംഗിലായി എങ്ങനെയാണ് ജനമനസ്സ് സഞ്ചരിച്ചത് എന്ന ഏകദേശ സൂചനകളോ പ്രവചനങ്ങളോ ആണ് എക്സിറ്റ് പോളിലൂടെ പുറത്തുവരുന്നത്. ബീഹാറിൽ NDA സഖ്യം അധികാരത്തിൽ എത്തുമെന്നാണ് ബഹുഭൂരിപക്ഷം സർവേകളും പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ചും ചാണക്യയുടെ ഒരു സർവേയിൽ മാത്രമാണ് 100-100-ന് മുകളിലേക്കോ മഹാഗഡ്ബന്ധൻ, അതായത് RJDയും കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു പ്രചാരണമുള്ളത്. ബാക്കി എല്ലാത്തിലും 100-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് RJD സഖ്യത്തിന്. 100-നും 120-നും ഒക്കെ മുകളിൽ തന്നെ NDA സഖ്യം പിടിക്കും. അങ്ങനെ തുടർഭരണം NDA സഖ്യത്തിന് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന എന്ന് മാത്രം പറയണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ചിത്രം അറിയാം. പി വസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. വസന്ത്, നിലവിൽ ഈ പ്രചാരണ സമയങ്ങൾ തുടങ്ങുന്നു. രാഹുൽ ഗാന്ധി അതിനു മുൻപ് നടത്തിയ യാത്ര, അതിനുശേഷമുണ്ടായ വോട്ട് ചോരി ആരോപണങ്ങൾ, അങ്ങനെ പല വിധത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോയത്. പക്ഷേ അത് ഏതൊക്കെ വിധത്തിൽ ജനങ്ങളെ സ്വാധീനിച്ചു എന്നറിയാൻ നമ്മൾ കാത്തിരുന്നേ മതിയാകൂ. നിലവിലെ എക്സിറ്റ് പോളുകൾ അത് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് തന്നെ മുൻതൂക്കം പറയുകയാണല്ലേ? NDAക്ക് വലിയ തോതിലുള്ള ഒരു മുൻതൂക്കം തന്നെയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. 167 സീറ്റുകൾ വരെ അല്ലെങ്കിൽ 170 സീറ്റുകൾ വരെ NDA സഖ്യം പോകുമെന്ന് പറയുമ്പോൾ മഹാഗഡ്ബന്ധൻ 100-ലേക്ക് എത്താൻ തന്നെ പാടുപെടുന്നു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. ഒന്ന്, ജനസ്വരാജ് പാർട്ടിക്ക് പ്രശാന്ത് കിഷോറിന് യാതൊരു വിധത്തിലുള്ള ഒരു സ്വാധീനവും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളൊരു തെളിവാണ്. 2 മുതൽ 5 വരെ സീറ്റുകൾ ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് 0 മുതൽ 5 വരെ എന്നുള്ള കണക്കിലാണ് അത് വരുന്നത്. അപ്പോൾ ജനസ്വരാജ് പാർട്ടിക്ക് ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഘടകം അവിടെ വരുന്നു. പിന്നെ എങ്ങനെ NDAക്ക് ഇത്രയും വലിയ നേട്ടം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും NDA മുന്നേറുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഉണ്ടായിരുന്നു. നിതീഷ് കുമാറിന്റെ ഭരണം 20 കൊല്ലം തുടർച്ചയായിട്ട് അധികാരത്തിൽ ഇരുന്നാലും ശരി, പക്ഷേ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഉണ്ട്. സുശാസൻ ബാബു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഭരണത്തിന്റെ മികവ് എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി നിതീഷ് കുമാറിന്റെ ഒരു ക്ലീൻ ഇമേജ് അവിടെ ഉണ്ട്. ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്നത് ഒരു ഭരണം അവിടെ ഉണ്ടായിരുന്നെങ്കിലും അത് ഈ പറയുന്ന ഒരു വലിയൊരു ജാതി പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നത്. മുസ്ലിം യാദവ കോമ്പിനേഷൻ അതിശക്തമായി ഇപ്പോഴും ആ RJDക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ മഹാഗഡ്ബന്ധനൊപ്പമുണ്ട് എന്ന് പറയാം നമുക്ക്. പക്ഷേ അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ മതിൽ പൊളിച്ച് മുന്നോട്ട് പോയി കൂടുതൽ കക്ഷികളെ ഒപ്പം ചേർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മഹാഗഡ്ബന്ധന് ഇപ്പോഴുണ്ടായിരുന്നു. ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട്, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ മുകേഷ് സാനിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അത് ഈ പറയുന്ന മല്ല സമുദായത്തിൽ നിന്നുള്ളവരാണ്. മല്ല സമുദായം എന്ന് പറയുന്ന കിഴക്കൻ മേഖലകളിലൊക്കെ തന്നെ പല സ്ഥലത്തായിട്ട് ചിതറിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല. പക്ഷേ ഈ എക്സ്ട്രീം ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്നും മഹാഗഡ്ബന്ധന് കിട്ടിയ ഒരു ജാതി എന്ന് പറയുന്ന മല്ലാകളാണ്, മത്സ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. രണ്ടാമത്തത് പാസി സമുദായമുണ്ട്. അതായത് ബീഹാറിലെ ഈ തെങ്ങുകയറ്റ വിഭാഗങ്ങളിലുള്ളത്. അവർക്ക് ഈ പ്രൊഹിബിഷൻ അല്ലെങ്കിൽ മദ്യനിരോധനം ബീഹാറിൽ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട തൊഴിൽ നഷ്ടവുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അതൊക്കെ വളരെ തുച്ഛമായ എണ്ണമുള്ള വിഭാഗങ്ങൾ ആണ് എന്നുള്ളതാണ്. ഇതിൽ കാണേണ്ട ഒരു ഘടകം യാദവർ എന്ന് പറയുന്നത് ബീഹാറിലെ 32% എന്നുള്ളതാണ്. നിതീഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന കുറുമി വിഭാഗം 2.7% മാത്രമേ ബീഹാറിലുള്ളൂ. അപ്പോൾ 2.7% ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നിതീഷ് കുമാറിനെ കാണുകയാണെങ്കിൽ 32% വരുന്ന ഒരു വലിയ ഒരു കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നിതീഷ് കുമാർ വീണ്ടും ഒരു വിജയത്തിലേക്ക് പോകുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ. അവിടെ എന്തൊക്കെ ഘടകങ്ങളാണ് നിതീഷ് കുമാറിന് അനുകൂലമായി വന്നത്? 10,000 രൂപ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു തെരഞ്ഞെടുപ്പ് മുമ്പ്. ഇതിനെ വെല്ലാൻ വേണ്ടി മഹാഗഡ്ബന്ധന് വേണ്ടി തേജസ്വി യാദവ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 30,000 രൂപ ഞാൻ നൽകിയിരിക്കുമെന്ന് പറഞ്ഞു. അത് അധികാരത്തിലേറി മാസങ്ങൾക്കുള്ളിൽ അത് നൽകിയിരിക്കും എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിൽ എന്ന് പറഞ്ഞു. പക്ഷേ ആ 10,000 രൂപ 30,000 രൂപ അവിടെ നിൽക്കുന്നേ ഉള്ളൂ, അതൊരു വാഗ്ദാനമാണ്. പക്ഷേ ഈ 10,000 രൂപ അവിടെ കിട്ടിക്കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടുകളിൽ പലർക്കും. കിട്ടാത്തവരുണ്ടാകാം, പക്ഷേ ഭൂരിപക്ഷം സ്ത്രീകൾക്കും അത് ലഭിച്ചു എന്നുള്ളതും അതൊരു കമ്മിറ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് ലഭിച്ചു എന്നുള്ളത് ഒന്നത്. 2, ജംഗിൾ രാജ് എന്ന് പറയുന്ന പ്രചരണം. ആ ജംഗിൾ രാജ് എന്നുള്ള പ്രചരണം വലിയ തോതിൽ വീണ്ടും ബീഹാറിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ അടുത്തിടെ ഇറങ്ങിയൊരു റീലുണ്ട്. അതായത്
ഒരു ബാഹുബലിയുടെ ഗുണ്ടാപ്പിരിവ് ഞങ്ങൾ വീണ്ടും തുടങ്ങും എന്ന് പറയുന്ന ഈ യാദവ വിഭാഗത്തിലെ ചെറുപ്പക്കാരുടെ വക ഒരു റീല്. അതിൽ അവസാനം പറയുന്നത് പണം തന്നില്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും എന്നുള്ളതാണ്. ഛേ ഗോലി ചലേങ്കെ എന്നുള്ള ലൈനിലാണ് ആ റീൽ അവസാനിക്കുന്നത്. അത് വലിയ തോതിൽ യാദവ വിഭാഗങ്ങൾ അത് പ്രചരിച്ച ഒരു വീഡിയോ ആണ്. അത് തിരിച്ചടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ RJDക്ക് ഉണ്ട്. അതായത് അത്തരത്തിലൊരു റീൽ എങ്ങനെയാണ് വീണ്ടും ആ ജംഗിൾ രാജിൻ്റെ പ്രതി കട്ട എന്ന് പറയുന്നത് വെടിവെക്കും എന്ന് പറയുമ്പോൾ കട്ട എന്നുള്ളതാണ്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല പ്രചാരണ യോഗങ്ങളിലും ഒക്കെ എടുത്തു പറഞ്ഞ കട്ട രാജ് എന്നുള്ളത്. തോക്കാണ്, നാടൻ തോക്ക്. അപ്പോൾ ആ ഒരു പ്രചരണം, അതായത് RJD അധികാരത്തിൽ വന്നാൽ വീണ്ടും ആ ഒരു ഭരണം ഉണ്ടാകുമെന്നുള്ളത്. ഈ കഴിഞ്ഞ 15 കൊല്ലത്തിനിപ്പുറം നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 2.5 കൊല്ലത്തോളം പല ഘട്ടങ്ങളിലായിട്ട് നിതീഷ് കുമാർ BJPയെ വിട്ട് RJDയുമായി സർക്കാർ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് മഹാഗഠബന്ധൻ ഉണ്ടാക്കി മത്സരിച്ച് ജയിക്കുന്നു. ആ ഒരു 2.5 കൊല്ലത്തെ ഗ്യാപ്പുണ്ട്. അപ്പോഴും വീണ്ടും യാദവരുടെ ഭരണം വന്നത് ബീഹാറുകാർ അനുഭവിച്ചതാണ്. അപ്പോൾ അത് തിരിച്ചടിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാണേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വിഷയം RJD ഉന്നയിച്ചു. വോട്ട് ചോരി എന്ന് പറയുന്ന വിഷയം കോൺഗ്രസ് ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധി അതിനുവേണ്ടി അവിടെ പ്രചരണം നടത്തുകയും ചെയ്തു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്ര നടത്തി. ഇതൊന്നും അവിടെ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഈ സൂചന നൽകുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊരു എക്സിറ്റ് പോൾ ഫലം, പ്രവചനങ്ങൾ മാത്രമാണ്. നാളെ ഇത് തെരഞ്ഞെടുപ്പ് യഥാർത്ഥ വോട്ട് എണ്ണുമ്പോൾ ഇതെങ്ങനെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പ്രശാന്ത് കിഷോറിന് ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കാം? കാരണം പല പാർട്ടികളെയും വലിയ വിജയങ്ങളിലേക്ക് നയിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം. സ്വന്തമായി ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ എത്രയോ കാലങ്ങളായി അദ്ദേഹം ബീഹാർ കേന്ദ്രീകരിച്ചു, മറ്റ് തിരക്കുകളൊക്കെ ഒഴിവാക്കി ബീഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, ആളുകളായി സംസാരിക്കുന്നു, അങ്ങനെ പാർട്ടിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കി വരികയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു നേരിയ ചലനം പോലും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നാണോ എക്സിറ്റ് പോളുകൾ പറയുന്നത്? ദിവിഷ്, ബീഹാറും ഉത്തർപ്രദേശും എന്നൊക്കെ പറയുന്ന ആത്യന്തികമായിട്ട് ഈ പറയുന്ന വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി ആ ജാതി സമവാക്യം തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കുന്നത്. അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. താഴെ തട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതില്ല മറ്റതില്ല എന്നൊക്കെ മാധ്യമപ്രവർത്തകരോട് പലരും പലതുമൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറയും. പക്ഷേ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ വോട്ട് ഇടാൻ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് ജാതി മാത്രമായിരിക്കും. ആ ജാതി നോക്കി തന്നെയായിരിക്കും വോട്ടെടുപ്പ്. പണ്ട് ബീഹാറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അയാളുടെ ജാതി ചോദിക്കണം എന്ന് ബീഹാറിലെ മുതിർന്ന പത്രപ്രവർത്തകർ നമ്മളോട് പറയാറുണ്ടായിരുന്നു, പുറത്തുനിന്ന് വരുന്നവരോട്. എന്ന് വെച്ചാൽ ആ ജാതി ചോദിച്ചാൽ അറിയാം, പിന്നെ അങ്ങോട്ട് ആർക്ക് വോട്ട് ചെയ്യും എന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അത്തരത്തിൽ ഡീപ്പായിട്ടുള്ള കാസ്റ്റ് ഡിവിഷൻസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് ബീഹാറും ഉത്തർപ്രദേശും ഒക്കെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഈ പറയുന്ന വികസനം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കയറിയിട്ട് കാര്യമില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോലും ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവസാന ഘട്ടത്തിൽ വന്ന വിഷയം മൊക്കമ്മയിലെ ആ വിഷയമായിരുന്നു. മൊക്കമ്മയിൽ ജനതാദൾ യുവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആനന്ദ് സിംഗ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവ് മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഒരു RJDയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഭൂമിഹാർ വിഭാഗത്തിൽ തന്നെ ഉള്ള ഒരാളാണെങ്കിലും ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതൊരു യാദവനായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത നിലപാടെടുത്തപ്പോൾ മൊക്കമ്മയിലെ JDU സ്ഥാനാർത്ഥിയായ ആനന്ദ് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവിടെ വന്നപ്പോൾ ഉള്ള വിഷയം യാദവ ഭൂമിഹാർ എന്നുള്ള വിഷയത്തിലേക്ക് അത് താഴ്ന്നു. ആ ഒരു കൊലപാതകം 2 ജാതികൾ തമ്മിലുള്ള മത്സരമായി മാറുന്നു. ഈ ആടി നിന്ന ഭൂമിഹാർ വിഭാഗം പോലും വളരെ സജീവമായി വീണ്ടും NDAയിലേക്കും BJPയിലേക്കും തിരിച്ചു കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇത് ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനെയും പ്രചരണത്തെയും ഒക്കെ തന്നെ ബാധിച്ചു എന്നാണ് അവിടെ നിന്നുള്ള വിലയിരുത്തലുകൾ വരുന്നത്. ഒന്നത്. 2, മോദി എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പല സ്ത്രീകളും ഈ പറയുന്ന ആനുകൂല്യങ്ങളുടെ എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നതിന്റെ വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും P. ബസന്ത് നൽകിയത്. എല്ലാ സർവേകളിലും, എല്ലാ എക്സിറ്റ് പോൾ സർവേകളിലും NDAയ്ക്ക് ഭൂരിപക്ഷം, അതായത് NDAയുടെ ഭരണ തുടർച്ചയായിരിക്കും ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. പക്ഷേ ഈ 14 വരെ നമ്മൾ കാത്തിരിക്കണം. 14-ാം തീയതി അറിയാം യഥാർത്ഥ ബീഹാറിന്റെ ജനഹിതം എന്താണ്. എക്സിറ്റ് പോളുകൾ ശരിയാകുമോ, അതോ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ?